എനിക്കൊരു പേടിയുള്ളതെന്ന് വെച്ചാൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി ഐഫോണിന്റെ ബാറ്ററി ഹെൽത്ത് അതുപോലെ അതും അത്രയും ഓവർ ആപ്ലിക്കേഷൻ ബ്രേക്ക് വന്നോണ്ടല്ലേ. ഈ ഇവിടെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ബഗ് ഉണ്ട്, അതുണ്ട്, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫായി പോകും. അങ്ങനെ ഹായ് ഗൈസ്, ഹലോ. നമ്മൾ പുതിയൊരു പരിപാടിയായിട്ട് വന്നേക്കുവാണ്, പോഡ്കാസ്റ്റ്. അതെ, പുതിയ പരിപാടികൾ തുടങ്ങിപ്പോൾ പൊളിയുന്നതുകൊണ്ട് നമ്മൾ അടുത്ത പുതിയ പരിപാടിയായിട്ട് വരുന്നുണ്ട്. അതെ അതെ, നമ്മളിപ്പം കുറ്റിക്കാനത്തു നിന്ന് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിക്കാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ വന്നതല്ലേ? ഓ അങ്ങനെ, അതെ അതെ, നമ്മൾ പഠിക്കാൻ വന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മളിങ്ങനെ അതെ നമ്മളിങ്ങനെ വന്നപ്പോൾ നമുക്ക് തോന്നിയൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു EVയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് നമ്മൾ കോളേജിൽ നിന്ന് എടുക്കുമ്പോൾ ഏകദേശം 23 അങ്ങനെ എന്തായിരുന്നു റേഞ്ച്. നമ്മൾ ആ EV ചാർജർ, ഫസ്റ്റ് EV ചാർജർ ഗോയിസിയുടെ ചാർജർ നോക്കിയിട്ട് വർക്കായില്ല, എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് ടാറ്റ പവർ ഇട്ടു, ഒരു 60% ആക്കി. നമ്മൾ എത്ര 85-ലായിരുന്നു വണ്ടി ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ റേഞ്ച് കാണിച്ചത്. നമ്മൾ എന്നിട്ടത് വണ്ടി എടുത്തപ്പോൾ ഏകദേശം 77-ഓളമായി. അതായത് നമ്മൾ ചാർജിങ് ഇട്ടത് കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ 77 വിത്ത് AC. അപ്പം ഞങ്ങൾ ഇപ്പം കുറ്റിക്കാനത്തുനിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഇവിടെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ റീജനറേഷൻ അത് അത്രയും കുറയും ചെയ്യും. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അത്ര ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പം 99 77 എന്നുള്ളത് 99 ഈ 100 എത്ര 25 കിലോമീറ്റർ നമുക്ക് റീജനറേഷൻ വഴി കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ റീജനറേഷൻ എന്ന് പറഞ്ഞ സാധനം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ ആവുന്നേ? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ഡിസെൻഡിങ് ഇതിലോട്ട് പോകും. അതെ, ഇപ്പം നമ്മളിപ്പം ഈ ഇടയ്ക്ക് മറ്റേ ട്രാവലറിന്റെ സീൻ അറിയാമല്ലോ നിനക്ക്, വാൾപ്പാറ അവിടെ എന്തോ വാൾപ്പാറയല്ലേ ട്രാവലർ സീൻ, അതും അത്രയും ഓവർ ആപ്ലിക്കേഷൻ ബ്രേക്ക് വന്നോണ്ടല്ലേ അവിടെ സീനായത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളത് അത്ര സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടിക്ക് അങ്ങനെ സീൻ വന്നാലോ? അല്ലടാ, ഇതിപ്പോ നീ ഇപ്പോ ഇതില് 0 റീജനറേഷൻ 1-ലിട്ട് കഴിഞ്ഞാലും നീ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിലും, പക്ഷെ 1-ലിട്ടപ്പോ റേഞ്ച് കുറയും, 98 അത് ഒബ്വിയസ്ലി കുറയും. പക്ഷെ നീ ഇപ്പൊ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിലും ഇല്ലേ തനിയെ കേറുന്നുണ്ട് കുറച്ച്. കാരണം അത് ഈ സ്ലോപ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് എഫക്റ്റ് ആവുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ റീജൻ നമ്മൾ കൂട്ടിയിട്ടിട്ട് ഹെയർ പിൻ കയറുവാണെങ്കിൽ പണി കിട്ടുമോ? ഐ മീൻ വണ്ടി കയറാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. റീജൻ വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക് അപ്ലൈ ആകുമ്പോൾ മാത്രമേ റീജൻ വർക്ക് ആവത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഈ നമ്മൾ കിട്ടുന്ന റീജനറേഷൻ ഫുള്ള് ഒരു കയറ്റത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കോളും. അതൊരു ഇതാ. അപ്പൊ അത് EVയുടെ ഒരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പോ എത്ര വർഷം EV യൂസ് ചെയ്യോ? ഞാനിപ്പോ 2 വർഷം. നീ ഹാപ്പി ആണോ? അല്ലേ, ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ റേഞ്ച് ആൻസൈറ്റി ഉണ്ട്. കാരണം എനിക്കൊരു പേടിയുള്ളതെന്ന് വെച്ചാൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി ഐഫോണിന്റെ ബാറ്ററി ഹെൽത്ത് അതുപോലെ ആണോ എന്നൊരു പേടിയുണ്ട്. ഇത് പെട്ടെന്ന് കുറഞ്ഞു പോകും, പിന്നെ ബാറ്ററി മാറേണ്ടി വരുമോന്നൊക്കെ. പക്ഷെ ഇപ്പൊ യൂസ് ചെയ്യുന്ന വെച്ചിട്ട് സാറ്റിസ്ഫൈഡ്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതിന് ബഗ് ഉണ്ട്, അതുണ്ട്, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫായി പോകും, അങ്ങനെയുള്ള ഇഷ്യൂ. ഇതുവരെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ല. ഇപ്പൊ കോമൺ ആയിട്ട് ടാറ്റയ്ക്ക് മറ്റേ ഇതുണ്ടല്ലോ, ഒരു ചീത്ത പേരുണ്ടല്ലോ അവരുടെ വണ്ടികളെ പറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ R&D ഒട്ടും പ്രോപ്പർ അല്ല, സത്യം. വെറും വേസ്റ്റ് പരിപാടിയാ അവരുടെ. ഇപ്പൊ തന്നെ നമ്മൾ ആപ്പ് എടുത്തപ്പോ തന്നെ എത്ര തവണ സാധനം ക്ലോസ് ആയി. അതെ, അതിലൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട്. പക്ഷെങ്കിൽ വണ്ടി വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് ടിയാഗോ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നെക്സോണും പഞ്ചിനും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ടാറ്റയുടെ പെട്രോൾ ഐസ് കാർസിന് സീൻ ഉണ്ടെന്ന് തോന്നുന്നു. EV വഴിയിലായി പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. ഐസ് ലൈക്ക് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വരുന്ന വണ്ടികളുണ്ടല്ലോ, ഇപ്പം പെട്രോൾ ഡീസൽ, അതിന് എന്തൊക്കെയോ ഇഷ്യൂസ് വരുന്നുണ്ട് എന്നാണ്. പക്ഷെ EV ഞാൻ വഴിയിലായി പോകുന്നു എന്ന് കേൾക്കുന്ന അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ സീനൊന്നും ഇല്ല. വഴിയിലായി പോകുന്നത് അതിപ്പോ അതൊരിക്കലും വണ്ടീനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആൾക്കാർ നോക്കി അല്ലേ, ഇപ്പൊ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് റേഞ്ചിന്റെ സംഭവം മാറുമല്ലോ. ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് അത് നിന്റെ ഡ്രൈവിംഗ് സ്റ്റൈല് കൊണ്ടുവരുന്ന പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ മര്യാദ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബെറ്റർ റേഞ്ച് കിട്ടും. അതിപ്പോ നമ്മളിപ്പോ പെട്രോൾ കാർ ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയല്ലേ? അത് പക്ഷേ ടാറ്റയുടെ വെച്ചാൽ പണ്ടത്തെ വണ്ടികളായിരുന്നെങ്കിൽ പെട്ടെന്ന് കേടായി പോകുന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. മറ്റേ
പണ്ടത്തെ Indica ഇൻഡിക്ക അങ്ങനെയുള്ള വണ്ടികൾ. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല നല്ല എഞ്ചിൻസ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. EV ആയാലും അവരുടെ ടെക്നോളജി നല്ല നൈസ് ആയിട്ടുണ്ടെന്ന് അവരല്ല ഇന്ത്യയിൽ ഫസ്റ്റ് ഇത് കൊണ്ടുവന്നത്. ഇതിനകത്ത് എനിക്കൊന്ന് വാല്യൂവിന്റെ മോട്ടറാണെന്ന് വരുന്നത്. എന്തായാലും അതൊരു കാര്യം. പിന്നെ നമ്മൾ സംസാരിച്ച പുതിയ കാഴ്ചയിൽ വരുന്ന ഡിസൈൻ്റെ സത്യം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം ഗൈസ്. പുതിയ പുതിയ മോഡൽസിൽ വരുന്ന മിക്ക വണ്ടികളുടെയും ഡിസൈൻസ് ഞങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളെ ഒരു i20 N-Line ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് അവന് കയറി അങ്ങ് പോയി. അതിൻ്റെ മോനെ അത് കാണണമായിരുന്നു സത്യം. ഇത് വണ്ടികളെ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പാഷനേറ്റ് അല്ലാത്തവർക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടുമോ അല്ലെ കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് N-Line എവിടെ നോക്കിയാലും അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഭയങ്കര ലുക്ക്. ഏതല്ല ഇപ്പൊ ഉള്ള വണ്ടി, അതായത് 2025 വരെയുള്ള വണ്ടി. അതെ. പക്ഷെ ഇനി വരാൻ പോണ വണ്ടി എന്താണ് ഈ ആൾക്കാർ ഈ കണക്റ്റഡ് ലൈറ്റിന്റെ പുറകെ പോകുന്നത്? കണക്റ്റഡ് ലൈറ്റും അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ചെറുതായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ടാറ്റയുടെ തന്നെ ഷെയർ എടുത്ത് നോക്ക് നീ. എന്താ അതിന്റെ ലൈറ്റ് അവിടെ ഒരു വണ്ടി സിറോസോ കിയയുടെ അതെന്ന് വെച്ചാൽ ഫുള്ള് ഫ്രണ്ട് ലൈറ്റ് ഫുൾ ഒരു LED ട്യൂബ് പോലെ ഫ്രണ്ടും ബാക്കും. സിറോസിൽ എനിക്കൊന്നും ഇഷ്ടമല്ല. LED ട്യൂബ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ മീൻ DR ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സിറോസ് എനിക്കൊന്ന് ഒരു 10-15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ്. പക്ഷെ ഇപ്പൊ ഹ്യുണ്ടായുടെ വണ്ടി എടുക്കാൻ ആലോചിച്ച് നോക്ക്. ഹ്യുണ്ടായുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലറാണ് ക്രെറ്റ. പുതിയ മോഡലിൽ ഇപ്പൊ ഉണ്ട് വെർണ. എന്തിനാണ് കാണിച്ചു വെച്ചേക്കണം? എനിക്ക് ആ വണ്ടി ഒത്തിരി ഇഷ്ടമായിരുന്നു. അയ്യോ എന്ത് ലുക്ക്, ഡ്രൈവ് ചെയ്യാൻ എന്ത് അടിപൊളിയായിരുന്നു സെൽട്ടോസ്. അത് എന്തുകൊണ്ടാണ് ഇവർ ഡിസൈൻ ഈ കണക്റ്റഡ് ലൈറ്റിനെ പറയാ പോകുന്നത് എനിക്ക് മനസ്സിലാകട്ടെ. ഈ വേറെ സെഗ്മെന്റ് പറയാം, ഹൈലക്സ് ഉണ്ടായിരുന്നു പുതിയ മോഡൽ. അതെ, ഇപ്പൊ ഉള്ളതല്ല, പുതിയ മോഡലിൽ വന്നപ്പം. നിനക്ക് പുതിയ മോഡൽ ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പഴയ ഫോർച്യൂണർ എനിക്ക് തോന്നുന്നു ആ രീതിയിലോട്ട് മാറാൻ പോകുന്ന പറയുന്നത് വെറും ബോറായിരിക്കും. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും ചിലപ്പം. ഇഷ്ടപ്പെടുന്നോണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവർ ഇറക്കുമ്പോ നമ്മള് ഇഷ്ടപ്പെട്ട് പോണതായിരിക്കും മിക്കവാറും. അതിലോട്ട് പോയേ പറ്റൂ. കാരണം പുതിയ വണ്ടി വേണമെങ്കിൽ അതെടുത്തേ പറ്റൂ. ഇപ്പം ക്രെറ്റ എനിക്ക് സത്യം പറയാം, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. എനിക്ക് ഇഷ്ടം മറ്റേ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് തേർഡ് വന്നില്ലേ, ഈ ഇങ്ങനത്തെ DR ഉള്ള വണ്ടി. അതാ എനിക്കിഷ്ടം. എനിക്കെന്തോ അതിനോട് അത്ര ആ ഫ്രണ്ടും ബാക്കും തള്ളിയിരിക്കുന്നോണ്ടാന്ന് തോന്നുന്നു എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്ക് ആ ബോക്സി ഡിസൈനുള്ള ഇപ്പൊ ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ക്രെറ്റ, എനിക്ക് ആ ക്രെറ്റയോടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം മറ്റേ ക്രെറ്റ ഞാൻ 2 ക്രെറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. ചിലപ്പോൾ ഓരോരുത്തർ ഡ്രൈവിംഗ് സ്റ്റൈൽസ് മാറുമായിരിക്കും. 1.4 ലിറ്റർ ഓടിച്ച എനിക്ക് എന്തുകൊണ്ട് 1.5 ലിറ്ററിനെയും കാട്ടി ഒരു ലൈവ്ലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം 1.5 ലിറ്റർ നല്ല എഞ്ചിനാണ്, നല്ലോണം വലിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ റോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് 1.4 ലിറ്റർ ആണ്. ചിലപ്പോൾ ടോർക്ക് കൂടുതലാണോ? അല്ല, പവർ ഫിഗേഴ്സ് ആയാലും ടോർക്ക് ഫിഗേഴ്സ് ആയാലും കൂടുതൽ 1.5 ലിറ്റർ ആണ്. പക്ഷേ ട്യൂണിങ്ങിന്റെ ആയിരിക്കും, ഓഫ്കോഴ്സ് ട്യൂണിങ്ങിന്റെ ആയിരിക്കും. ഞങ്ങളിപ്പോ 1,01,15 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഞങ്ങളുടെ ഇരിക്കുന്നത്. ഒരു പ്രശ്നമില്ല ഇതുവരെ. ചില വണ്ടികൾ അങ്ങനെയാണ്, നല്ല മോഡൽസാ. ക്ലച്ച് ഇപ്പം 1,00,000 1.10 എന്തോണ് ക്ലച്ച് മാറിയത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ റേഞ്ച് വീണ്ടും കൂടിയിട്ടുണ്ട്, 115 കിലോമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈ റേഞ്ചും കൊണ്ട് നീ ആലോചിച്ച് നോക്കണം. ഇതെനിക്കൊന്ന് ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും റേഞ്ച് കുറഞ്ഞ EV ഇതല്ലേ? അത് കൊമറ്റ് ആണോ? കൊമറ്റ് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഒരു 10 lakhs റേഞ്ച് വെച്ചിട്ട്. റേഞ്ച് ഏറ്റവും കുറവുള്ള EV ഒരുപക്ഷെ ടിയാഗോ ആയിരിക്കും. കൊമറ്റിന് ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു, കമ്പനി പറയുന്നത് എങ്ങനെ. പക്ഷെ കൊമറ്റ് ഇത്ര പ്രാക്ടിക്കൽ അല്ലല്ലോ. പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും അല്ല, സ്പേസ് ഇല്ല. നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള കാർ എടുത്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഒരാൾക്ക് പക്ഷെ ഇവർക്ക് ടിയാഗോ EV പുതിയ ജനറേഷൻ ഇറക്കിയപ്പോൾ അവർക്ക് വേണമെങ്കിൽ ബാറ്ററി ബാക്ക് ഇമ്പ്രൂവ് ആയിരുന്നു. പക്ഷെ അവര് മാറ്റിയിട്ടില്ല, സെയിം സാധനം ഇറക്കിയേക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ടാറ്റയുടെ ഡിസൈന് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ടിയാഗോയുടെ ഡിസൈൻ. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ടില്ല പുതിയ ടിയാഗോന്റെ. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നോക്ക്, ഇപ്പൊ ഇതിനകത്ത് ഡാഷ്ബോർഡ് നീ നോക്ക്, നമുക്കൊരു കാർ ഫീൽ ഉണ്ട്. പക്ഷെ പുതിയ ടിയാഗോക്ക് ഈ ക്ലസ്റ്ററിന് വരെ ഇവിടെ മറ്റേ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം എനിക്ക് എപ്പോഴും ഒരു കാർ ഓടിക്കാൻ ഇഷ്ടം, ഒരു ഇലക്ട്രോണിക്. എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ പണ്ടത്തെ ആ ഒരു
അനലോഗ് ക്രിസ്റ്റലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സുഖമാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ സാധനം അല്ല. ഞാൻ പറയുന്നത് ഇത് കൊള്ളാം. ഇപ്പൊ പുതിയ ടിയാഗോ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ക്ലസ്റ്റർ കൊള്ളാം. ഇതിന്റെ ഇപ്പൊ ടച്ച് സ്ക്രീൻ ആയാലും പുതിയ എന്താ ഇവിടെ ഒരു സ്ക്രീൻ ഇവിടെ ഇപ്പൊ പോട്ടെ. ഇപ്പൊ നീ ഹുണ്ടായുടെ തന്നെ പുതിയ വണ്ടികളെല്ലാം എടുത്ത് നോക്ക്. ഹുണ്ടായി എല്ലാം തോന്നില്ലേ, ടാറ്റയ്ക്കും മിക്ക വണ്ടിയും സിംഗിൾ സ്ക്രീൻ. ഒരു കമ്പനി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആപ്പിൾ ഒരു സാധനം ഇറക്കിയിട്ട് ബാക്കി ആൻഡ്രോയിഡ് കോപ്പി അടിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങിയ ആരാന്നറിയാം? ഇല്ല, എം ജി ഹെക്ടറിലാണ്. അതിൽ പക്ഷേ ഇൻവേർട്ടർ അല്ലായിരുന്നു. വോൾവോയിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് വേറെ സെഗ്മെന്റ്, അത് ലക്ഷറി സെഗ്മെന്റ്. നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു 10 ഇഞ്ച് ഡിസ്പ്ലേ കൊണ്ടുവന്ന എം ജി. അതുവരെ ഇന്നോവ എനിക്ക് ടൊയോട്ട വണ്ടികൾ ഇഷ്ടമാണ്, പക്ഷെ അവരുടെ ടെക്നോളജി വൈസ് ഇപ്പോഴും ഒരുപാട് പുറമോട്ട് തന്നെ. അന്നൊക്കെ ടൊയോട്ട ക്രിസ്റ്റലൊക്കെ 6 ഇഞ്ച് ഡിസ്പ്ലേ ആയിരുന്നു വെറും. അതും ആൻഡ്രോയിഡ് ഓട്ടോയോ ഒന്നുമില്ല, നല്ല ലാഗ് ഉള്ള ഒരു വെറും സിസ്റ്റം. നിന്റെ വണ്ടിയിൽ മാറ്റിയതാണോ? മാറ്റിയിട്ടില്ല, ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യാം. സ്റ്റോക്ക് സാധനം തന്നെ. കാർപ്ലേ ഒന്നുമില്ല. അതിനകത്തുള്ള അവരുടെ തന്നെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു മാപ്പ് ഒക്കെ അതിലെന്ന് വെച്ചാൽ മിക്ക സ്ഥലങ്ങളും ഇല്ല. ലേറ്റസ്റ്റ് മോഡലുണ്ട്. ഇപ്പൊ വന്ന് 2023 തൊട്ടൊക്കെയാണ് വന്നത്. പക്ഷെ ഇപ്പം ഹൈക്രോസ് പോകുന്നു. ഹൈക്രോസ് അതിലൊക്കെ അപ്ഡേറ്റഡ് അല്ല. ഹൈക്രോസ് ഇറങ്ങിയിട്ടും ഇപ്പോഴും ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങുന്നുണ്ട്. സത്യം ഇപ്പൊ 2026 പുതിയ മോഡൽ ഹൈലക്സ് ഭയങ്കര ഒരു ഓറുള്ള വണ്ടിയാണ്. ഇപ്പൊ ക്രിസ്റ്റ എനിക്കൊന്ന് മാനുവൽ ആണ്, 2.4 മാനുവൽ ആണ്. ഇപ്പൊ മാനുവൽ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് അവർ ഇറക്കാത്തെന്ന് പറയുമ്പം ഈ സാധനം വിറ്റ് പോകാൻ വേണ്ടിയാണ് അവർ ഓട്ടോമാറ്റിക് ഇറക്കാത്തത്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഹൈക്രോസ് 40 ലക്ഷം രൂപയ്ക്ക് ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഹൈക്രോസ് കയറിയിട്ടുണ്ട്. എനിക്കത് 40 ലാക്സിന് എനിക്കൊന്നൊരു 32-33 ഒക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അതെ. ഇപ്പം BMW X1 എനിക്കൊന്നും ഇപ്പൊ 40 ആണോ എനിക്ക് അറിയത്തില്ല. പണ്ട് 40 എക്സ്ഷോറൂമിന് ആയിരിക്കും. കാരണം ഇപ്പൊ അത് മറ്റേ ടെക് പരിപാടികളെല്ലാം ആയി. എടാ ലൈക്ക് ഞാൻ പറയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പം ടൊയോട്ടയുടെ ഫേമസ് സാധനമാണ് ആറ്റ്കിൻസൺ സൈക്കിൾ. ആ ആറ്റ്കിൻസൺ സൈക്കിളാണ് ഇപ്പൊ ഇവർ പറയുന്നത് ഹൈബ്രിഡ് ടെക്നോളജി. ഈ ആറ്റ്കിൻസൺ സൈക്കിൾ വെച്ചിട്ടാണ് ഒരു ഹൈക്രോസ് എന്ന് പറയുന്ന വണ്ടി ഫുൾ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. നീ ഹൈക്രോസ് കയറിയായിരുന്നു? അതിനകത്ത് നിനക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും തോന്നി? 40 ലക്ഷം രൂപ വണ്ടി ഫീച്ചേഴ്സ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല കംഫർട്ട് ടൊയോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് റിലയബിലിറ്റി കംഫർട്ട് എന്നുള്ള നീ വീട്. ഞാൻ ഉദ്ദേശിക്കുന്നത് 40 ലക്ഷം രൂപയുടെ വണ്ടിയുടെ അത്രയും ഒരു ലുക്ക് നിനക്ക് അതിനകത്ത് കയറുമ്പോണ്ടോ? അത്രയില്ല. കാരണം അതിന്റെ അത്രയും വലിയൊരു ക്വാളിറ്റി, പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും ഫീൽ വരത്തില്ല. ഇന്റീരിയർ ഡിസൈൻ ഒരു വലിയ ടച്ച് സ്ക്രീനും കുറെ കൺട്രോൾ. ഇവിടെ വേറൊരു വൃത്തിയുടെ സാധനം ഗിയർ നോബ്. അതൊരു വാൻ ഓടിക്കുന്ന ഒരു ഫീലാണ്. പണ്ട് ഇടയ്ക്ക് മഹീന്ദ്രയുടെ ഒരു ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. TUV 300 എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതിലവിടെ അല്ലല്ലോ, KUV അല്ലല്ലോ ഇവിടെ. KUV യിലാണ് അവിടെ, KUV 100. അത് ഭയങ്കര ചീപ്പായി പോയി. പിന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എനിക്ക് എപ്പോഴും ഗിയർ നോബ് ഇവിടെ വേണം. അതുപോലെ എനിക്ക് റൗണ്ട് സാധനം അത്ര ഇഷ്ടമല്ല. അതെ, ഈ ടാറ്റയുടെ പുതിയ എനിക്കൊന്ന് ടിയാഗോ ഓട്ടോമാറ്റിക്കലും ഈ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഹൈക്രോസിനെ പറ്റി പറയുമ്പോൾ കുറ്റം മാത്രമല്ല, ബാക്കിൽ ഇപ്പൊ കയറി ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് മറ്റേ ഇപ്പം ഈ 2 സീറ്റിനും കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ക്യാപ്റ്റൻ സീറ്റ് അതിൽ ഇലക്ട്രോണിക്സ് പരിപാടി വന്നിട്ടുണ്ട്. കംഫർട്ട് അത് നമുക്ക് ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ലെഗ് അത് പൊക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. പുതിയ ഫീച്ചേഴ്സ് കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എഞ്ചിൻ സൈഡിലോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഇപ്പോഴും ഒരു ക്രിസ്റ്റ ഫാനാണ്. ഡീസൽ എഞ്ചിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. സത്യം പറയാം പൊന്നു ഗൈസ്, ഇവന്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുള്ള 2.8 ലിറ്റർ. എന്നിട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരുമ്പോൾ എനിക്ക് പവർ മോഡ് ഞെക്കിയപ്പോൾ ആ വണ്ടിക്ക് ഒരു മാറ്റം വന്നിട്ട്. അത് പവർ മോഡ് ഞെക്കാണ്ട് തന്നെ കിടിലായിരുന്നു. പക്ഷെ പവർ മോഡ് ഞെക്കിയപ്പോൾ ആ വണ്ടിക്ക് ഒരു വലിവ് അത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ഓഫ്കോഴ്സ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിനകത്ത് സ്പോട്ട് ഇടുകയാണെങ്കിൽ അതേപോലെ കയറും. പക്ഷെ അതിന്റെ സൗണ്ടും ആ ഒരു ഗിയർ ഇങ്ങനെ അത് എനിക്ക് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ എന്തോണ് അതിനകത്ത് വരുന്നത്. ആ ഒരു ഡൗൺ ക്രിസ്റ്റൽ ഉള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒരിക്കലും ടൊയോട്ട അങ്ങനെ ഒരു വണ്ടി ഇറക്കത്തില്ല. 2.8 ലിറ്റർ ഇല്ലല്ലോ. 2.8 ലിറ്റർ ഡീസൽ. അതിന്റെ ഇത് ലാഡറോൺ ഫ്രെയിം ഷാസിയ. ഈ വണ്ടി വരുന്നതെന്ന് വെച്ചാൽ മറ്റേ മോണോക്കോക്ക്. ഇനി ഒരിക്കലും അവർ ഇറക്കത്തില്ല ഈ വണ്ടി. ലാഡറോൺ ഫ്രെയിമിലല്ലേ, പക്ഷേ ബോഡി റോൾ കൂടില്ല. പക്ഷേങ്കിൽ കുറച്ചും കൂടെ ആ ഒരു വെയിറ്റ് കൂടുതലാ. വെയിറ്റും അതിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു റോ ഫീൽ കിട്ടുന്നത്
ലാഡർ ഓൺ ഫ്രെയിമില്ല, നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഓഫ് റോഡ് ഹൈഡ്രോളിക് ആണ് സ്റ്റിയറിംഗ് അതിന്റെ. അതെ ഇപ്പോഴത്തെ വണ്ടികളെന്ന് വെച്ചാൽ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റേന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്പീഡ് അനുസരിച്ചിട്ട് അത് നല്ല ഒരു ഇതായി വരും. അങ്ങനെ ഒരുപാട് പവർ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ ഹൈക്രോസിന്റെ പവർ വരുന്നതെന്ന് വെച്ചാൽ 100 ഇതല്ലേ പെട്രോളാ. ഹൈക്രോസ് ഇപ്പൊ ഹൈബ്രിഡ് എടുക്കുന്നവരൊക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു. ഈ പറയുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തോന്ന് പേര്, വെറും 2 ലിറ്റർ അവർ ഇറക്കുന്നുണ്ട്. എന്തിന് വണ്ടികളെല്ലാം CC? കാരണം വെച്ചാൽ അവർക്ക് ഈ എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അല്ലടാ, 2 ലിറ്റർ ഹൈക്രോസ് എടുക്കുന്ന ഒരു ടാക്സിക്കാരനാണ് വിചാരിച്ചോ, അവനത് മുതലാവും എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ മൈലേജ് കുറവ്? 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇത്ര വലിയ ഹൈബ്രിഡ് എടുത്തിട്ടേ കാര്യമുള്ളൂ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ടാക്സി എന്ന് പറയുന്ന ഇന്നോവ എങ്ങനെയാണ് ഭയങ്കര ഇതായത്? ടാക്സി സെഗ്മെന്റിലാണ്. അപ്പൊ ഡീസൽ വണ്ടി. അതെ. ഇപ്പൊ ക്രിസ്റ്റ ഓക്കെ സമ്മതിച്ചു. പക്ഷെ ക്രിസ്റ്റ നീ അറിഞ്ഞായിരുന്നു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തോന്ന് താടി പോലത്തെ സാധനത്തിന് കുറച്ചുകൂടെ നീട്ടി. എന്ത് ഡിസൈൻ ചെയ്യാ പോട്ടെ. ഇപ്പൊ ഇനി എനിക്ക് പറയാനുള്ള സംഭവമാണ് ഇപ്പോഴത്തെ കാറുള്ള ഫാൻസി ഫീച്ചർ. സൺറൂഫ് ഒരു വലിയ ഫീച്ചർ എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് നമ്മളങ്ങനെ യൂസ് ജസ്റ്റ് വെറുതെ വെക്കാ ഒരു ഷോ ഓഫ് പർപ്പസ് ആണ്. ഓക്കെ, അല്ല എനിക്ക് ഇത്രേ ഉള്ളൂ. എത്ര പേര് സൺറൂഫ് ഡെയിലി ബേസിൽ യൂസ് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം. ജസ്റ്റ് വല്ല കല്യാണോ അല്ലെ ഒരു റോഡ് ഷോയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ യൂസ് ആകത്തുള്ളൂ. ഡെയിലി പർപ്പസിന് കാര്യമില്ലാത്ത സംഭവമാണ്. ഇനി വേറെ കുറെ ഫാൻസി ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ എന്താ പറയാ, ഈ ഇലക്ട്രിക് സീറ്റ്സ്, അത് ഓഫ്കോഴ്സ് അത് ഗുണമുണ്ട്. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര എനിക്ക് തോന്നുന്നുള്ളതാണെന്ന്. ഇനി എന്താ ഉള്ള എനിക്കൊന്ന് ഓർമ്മ ആണല്ലോ. ഇപ്പം ബ്രാൻഡഡ് ഓഡിയോ സിസ്റ്റം, അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ സത്യം പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. ഓഫ്കോഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമേ ഫുൾ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതൊക്കെ. നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എല്ലാ മാസവും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ടൈം പാസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതെ. ഇനിയുള്ള അങ്ങോട്ടുള്ള തലമുറക്ക്, അതായത് നമ്മുടെ തൊട്ട് താഴെയുള്ള ആൾക്കാർ, ഈ ജെൻ ആൽഫ, അവർക്ക് വരാൻ പോകുന്ന സീനായിരിക്കും ഈ പറയുന്ന പെട്രോളിന്റെ അല്ലെങ്കിൽ എമിഷൻ നോംസ് എന്ന് പറയുന്ന സാധനം. കാരണം ഇപ്പം നമ്മളെ നിതിൻ ഗഡ്കരി അണ്ണൻ E85 E100 എന്ന് പറയുന്ന സാധനത്തിലോട്ട് കാര്യമാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വണ്ടി ഇപ്പം ഫ്ലെക്സ് ഫ്യൂൽ കാർസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പറയുന്നത് ക്രെറ്റ ആയാലും ഹൈക്രോസ് ആയാലും പിന്നെ വാഗണർ ആയാലും ബൈക്സിൽ ഇപ്പോൾ സ്പ്ലെൻഡർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു HF ഡ്യൂലക്സോ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഓൺ ഗോയിങ് ആയിട്ടുള്ള വണ്ടികളിൽ നമ്മൾ അഫ്കോഴ്സ് എല്ലാവരും അടിക്കുന്ന വണ്ടികൾ എന്ത് ചെയ്യും അപ്പം? അല്ല E100 വന്നിട്ട് E100 എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ 100% എത്തനോൾ എന്ന് പറയുന്ന സാധനത്തിലായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത്. എത്തനോൾ. അതെ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവർ പറയുന്നത് 20 രൂപ പെട്രോളിനെ കാട്ടി കുറവെന്നോ അത് 82 രൂപ അങ്ങനെ എന്തോ ആണ് എത്തനോൾ എന്ന് പറഞ്ഞ ഫ്യൂവലിന് വരാൻ പോകുന്നത്. അപ്പം 82 എന്നുള്ളത് ഒരു 2 മാസം കഴിയുമ്പോൾ 100 ആയിക്കോളും. കറക്റ്റ് പെട്രോളിന്റെ റേഞ്ചിലോട്ട് വന്നു ആവും. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ എത്തനോള് ഒട്ടും ഫ്യൂവൽ എഫിഷ്യന്റ് അല്ല മറ്റതുപോലെ. പെട്രോൾ പോലെ എത്തനോൾ ഫ്യൂവൽ എഫിഷ്യന്റ് അല്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സ്റ്റഡീസ് അല്ലാതെ തന്നെ പറയുന്നത്. പിന്നെ വണ്ടിയുടെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് നേർ പകുതിയിലോട്ട് വരും. അഫ്കോഴ്സ് ഫ്ലെക്സ് ഫ്യൂവൽ കംപ്ലൈന്റ് ആയിട്ടുള്ള ഫ്യൂവൽ ലൈൻസും സംഭവം ഒക്കെ അവർ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ലേ വണ്ടി ഇപ്പൊ 15 വർഷമൊക്കെ നമ്മൾ പുട്ടുവില കൊണ്ടുനടക്കുന്ന വണ്ടി ആ ഒരു കാർ എന്നുള്ള പോവും. ഇപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു. ഇപ്പൊ നമ്മൾ നമുക്ക് ഒന്നും പറയാൻ ഒരു മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തില ഒരു കാറെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഇപ്പൊ എവിടെ നോക്കിയാലും ഇതിൽ ഈ സാധനം തന്നെയാണ് ഈ ഇലക്ട്രിക്. എന്റെ മനസ്സിലുള്ള ഒരു കാറെന്ന് വെച്ചാൽ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉള്ള മാനുവൽ ഗിയർ ബോക്സ് ഉള്ള. എനിക്ക് മൈൻഡില് വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലാണ് വണ്ടി. നമ്മൾ വിചാരിക്കണ ഒരു സ്പീഡിന്റെ മേളിൽ അഫ്കോഴ്സ് അടുത്ത ഗിയർ മാറി കൊടുത്താലേ അത് കയറി പോകുള്ളൂ. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് E100 അത് എന്തിനാണ് എമിഷൻ ഇവര് പറയുന്നത് ഫ്യൂവൽ പ്രൈസിന്റെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. പക്ഷെ എന്നാലും നിനക്കെന്ത് തോന്നുന്നു? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡീസലിനകത്ത് എന്തോ ഒരു സാധനം മിക്സ് ചെയ്ത് വരുന്നത് കറക്റ്റ് മറന്നുപോയി. അത് ആഡ് ബ്ലൂ
എടാ ആഡ് ബ്ലൂ മറ്റേതാ ആഡ് ബ്ലൂ എന്തിനാ ആഡ് ചെയ്യുന്നത്? മറ്റേ നമ്മളെ എക്സോസ് ഗ്യാസ് എന്ന് വരുന്നത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ഗ്യാസിന് മറ്റേ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ആക്കാൻ വേണ്ടിയാണ് ആഡ് ബ്ലൂ യൂസ് ചെയ്യുന്നത്. അത് വിട്, ഞാൻ പറയുന്നത് ഇപ്പോൾ നിതിൻ ഗഡ്കരി ഇപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞു എത്തനോള് പെട്രോളിൽ മിക്സ് ചെയ്യുന്ന പോലെ, പെട്രോൾ മിക്സ് ചെയ്തല്ലോ അതേപോലെ ഡീസലിലും എന്തോ പുതിയൊരു അഡിറ്റീവ് വരുന്നുണ്ടെന്ന്. ഡീസലിൽ അഡിറ്റീവ് വരുന്നുണ്ട് എന്തിന് എമിഷൻ നോംസ് കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ഒരു കാര്യം വെച്ചാൽ പെട്രോൾ യൂസ് ചെയ്യേണ്ടവർക്ക് ഇപ്പം വില കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ, പക്ഷെ അവരവരുടെ കാർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. പക്ഷേ എടാ ഈ പറയുന്ന E100 ബ്രസീലിലാണോ എന്ന് എനിക്കറിയില്ല, ഏതോ ഒരു കൺട്രിയിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു. E100 കാർസ് ഉണ്ട് ഓൾറെഡി. പക്ഷെ അങ്ങനെയുള്ള കൺട്രീസ് എനിക്ക് തോന്നുന്നത് നോർമൽ പെട്രോളും കിട്ടും, വേണ്ടവർക്ക് ഇത് മേടിക്കാം. പക്ഷേ നമ്മൾ ഇന്ത്യ പോലത്തെ ഇത്രയും റോഡും പരിപാടിയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എത്രത്തോളം ആൾക്കാർ ഇനി ഇതിലോട്ട് മാറും എന്നുള്ളതാണ്. ആൾക്കാർ എങ്ങനെ പെട്ടെന്ന് മാറും ഒരു പുതിയ വണ്ടിയിലോട്ട് മാറാന്നൊക്കെ പറഞ്ഞു. കാരണം ഫ്ലെക്സ് ഫ്യൂവൽ കാറിലോട്ട് മാറണം. പിന്നെ ഇൻ കേസ് ഇപ്പം നോർമൽ ഒരു പെട്രോൾ ഒരുത്തം കൊണ്ട് E20, ഇപ്പൊ എന്റെ വീട്ടിൽ എൻ്റെ 99 മോഡൽ സ്പ്ലെൻഡർ ഉണ്ട്, അതിനകത്ത് ഞാൻ E20 പെട്രോൾ അടിക്കുകയാണെങ്കിൽ വണ്ടി പമ്മും ഭയങ്കരമായിട്ട്. E20 അടിക്കുന്നതിന് പമ്മുന്നുണ്ട്. ഇപ്പോട്ടെ ഇപ്പം എനിക്കൊന്ന് ബുള്ളറ്റിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് കാർബറേറ്ററിനകത്ത് ഇഷ്യൂ വരുന്നത്. ഒരുപാട് പേര് പറയാറുണ്ട് E20 അടിക്കുമ്പോഴത്തേക്കും ഇതിന്റെ പ്രശ്നം എന്നുള്ളത് അവര് തന്നെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഇതിന്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഒരു അല്ലേ ഒരു. ഈ ആൾക്കാർ റോഡിൽ വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുള്ള അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല. നമ്മളും അത്യാവശ്യം ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റും. ചിലരെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാതെ റോഡിലോട്ട് വരുന്നവരുണ്ട്. ഇൻഡിക്കേറ്റർ തിരിയുന്നവര്. അതെന്ന് വെച്ചാൽ സത്യം പറയാൻ നമ്മുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നിടത്ത് ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ടെന്ന്. കാരണം ഒരിക്കലും വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കൊടുക്കരുത്, പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഞങ്ങളൊക്കെ കൊച്ചിലെ തൊട്ട് വണ്ടി ലൈക്ക് നോക്കിയും കണ്ടും ഒക്കെ പഠിച്ച് ആ ഒരു ക്രേസ് കൊണ്ട് ചിലപ്പം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. GTA ആയിരുന്നു നമ്മുടെ മെയിൻ ഡ്രൈവിംഗ്. GTയും പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ ചേച്ചി NFS മോസ്റ്റ് വാണ്ടഡ്. ഇതൊക്കെയാണ് വണ്ടി ഓടിക്കാനുള്ള പാഷൻ കൂട്ടിയ സാധനങ്ങൾ. അയ്യോ വണ്ടികൾ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടികൾ ഒരിക്കലും ഇലക്ട്രോണിക് ഡിവൈസസ് ആയി മാറാൻ പാടില്ല. സത്യം അത് ദോഷം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിയൊക്കെ ആലോചിക്കല്ലേ, വണ്ടിയൊക്കെ ഹാക്ക് ചെയ്ത് മറ്റേ മൊബൈലിൽ ഓടിച്ചോണ്ട് പോണേ ആലോചിച്ചു. ഈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു കീ ഒക്കെ തിരിച്ച് കിട്ടുന്ന ഫീൽ ആണ്. നമ്മൾ കീ ഫാൻസി ഫീച്ചേഴ്സ് കൺവീനിയൻസ് ആണ്. ഓഫ് കോഴ്സ് കൺവീനിയൻസിന് വേണ്ടിയാണ് ഈ പറയുന്ന എന്താണ് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയാലും മറ്റേ കീലെസ് എൻട്രി ആയാലും. പിന്നെ എനിക്കൊന്ന് ഹോണ്ടയുടെ വണ്ടികളാണെന്ന് തോന്നുന്നു മറ്റേ കീ എന്താ ബട്ടൺ പോലും ഞെക്കണ്ട അല്ലേ, അത് കൈ പിടിച്ച് ഈ ഹൈക്രോസിലുണ്ടെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ കൈ മറ്റേ ഹാൻഡിൽ വെച്ച് വണ്ടി അൺലോക്ക് ആവുകയാണ്. പിന്നെ വേറെ സാധനം ഫ്ലഷ് ഡോർ ഹാൻഡിൽ. എന്തിന് അല്ല മറ്റേ പതിഞ്ഞിരിക്കുന്ന സാധനമേ മറ്റേ എനിക്ക് മഹീന്ദ്രയുടെ ഇപ്പൊ എല്ലാ വണ്ടികളും ടാറ്റയുടെ ഇപ്പൊ അൾട്രോസ് വരെ. ടിയാഗോയിൽ അങ്ങനെയാണോ എന്തോ? ടിയാഗോയിൽ ഇപ്പൊ പുതിയ മോഡൽ അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കമന്റ് ചെയ്യുക. അതിന്റെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കത്ര എതിരഭിപ്രായം ഇല്ല, പക്ഷെ കുഴപ്പമില്ല. ഒരു എനിക്കറിയത്തില്ല പേഴ്സണലി. ഇനി എയറോഡൈനാമിക്സ് എന്ന് ഫാക്ടർ വെച്ചാണ് ആ സാധനം റിമൂവ് ചെയ്തെങ്കിൽ ഓക്കെ സമ്മതിച്ചു. പുതിയൊരു ഫീച്ചർ കൊണ്ടുവരിക, ആൾക്കാരെ അട്രാക്ട് ചെയ്യാന്നുള്ള ഒരു ബേസിൽ. എത്ര നാള് ഈ പറയുന്ന ഇപ്പം നമ്മൾ ഹാൻഡിൽ വലിക്കുന്ന സാധനം ഓഫ് കോഴ്സ് അത് മാനുവലി കേബിളും പരിപാടിയൊക്കെ വെച്ച് വർക്കാവുന്നതാണ്. കേടാവും പെട്ടെന്ന്. കാരണം ഇലക്ട്രോണിക്കലി കീ അടുത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി അൺലോക്ക് ചെയ്യുമ്പോഴാണോ അതിന്റെ ആ സുനാപ്പി ഇങ്ങനെ തുറന്നു വരുന്നത്. അപ്പം അതൊക്കെ എത്ര നാള് അതിന്റെ റിലയബിലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ടാറ്റയുടെ പാർട്സ് എന്നൊക്കെ വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. ടാറ്റ ഇമ്പ്രൂവ് ചെയ്തിട്ടു. അതെ. അല്ല, എൻ്റെ ഒരു മാമന്റെ തന്നെ വണ്ടിയുണ്ട്. പുള്ളി മേടിച്ചിട്ട് ഒരു 4-4 വർഷമായിട്ടുള്ളെന്ന് തോന്നുന്നു. ടാറ്റ നെക്സോൺ പെട്രോൾ. ആ വണ്ടിയുടെ ഫോഗ് ലാമ്പ് ഒരു സൈഡിൽ ഒരു 3 വർഷം കൊണ്ട് ഡാമേജ് ആയി. ഞങ്ങളുടെ ക്രിസ്റ്റ ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് ഇതുവരെ ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടോ ബൾബിന്റെ ഇഷ്യൂ ആണെങ്കിലോ ബൾബിന്റെ ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ കേടാവുമെന്ന് വെച്ചാൽ പുള്ളി അത് വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ അത് ഇതായി. എന്ന് വെച്ചാൽ ടാറ്റയുടെ പാർട്സിനൊക്കെ ഒരു കുറച്ച് ലൈഫേ ഉള്ളൂ. R&D അവര് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ
വാറന്റിയും പിന്നെ സർവീസ് ഇപ്പൊ കുറച്ച് ബെറ്റർ ആയി വരുന്നുണ്ട്. സർവീസ് എനിക്ക് ആദ്യം ഭയങ്കര സീനായിരുന്നു തോന്നുന്നില്ലേ? അതെ അതെ, ആൾക്കാർ പറയുന്നത് കേട്ട്. പക്ഷെ എനിക്ക് സർവീസിന് കൊടുത്തിട്ട് ഇപ്പൊ നിനക്ക് ഇതിനകത്ത് എന്താ സർവീസ് ആയിട്ട് വരുന്നത് ഈ വണ്ടിക്ക്? സർവീസ് ആയിട്ട് വരുന്നത് ഏകദേശം 31,301 കിലോമീറ്റർ ആയി. അപ്പം നിന്റെ ഒരു ജെന്യൂൻ റിവ്യൂ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? മൊത്തം ഇപ്പം 4 സർവീസ് ചെയ്തു. ആദ്യത്തെ 2 സർവീസിൽ ഏകദേശം ഒരു 1000 രൂപ 2000 രൂപ ആ റേഞ്ചിലേ വന്നിട്ടുള്ളൂ. മാറിയെന്ന് പറയുമ്പം ഓയിൽ 2-3 ടൈപ്പ് ഓയിലുണ്ട്. ഗിയർ ഓയിൽ അല്ലാത്ത വേറെ 2-3 ഓയിലുണ്ട്, കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. അത് മാറുന്നുണ്ട്. 3 ടൈപ്പ് ഓയിൽ എന്തോ മാറുന്നുണ്ട്. പിന്നെ ബ്രേക്സിന്റെ സൈഡിലോ ബ്രേക്ക് ഓയിൽ മാറുന്നു. ബ്രേക്ക് ഓയിൽ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അത് മേജർ ഇപ്പം 30,000 സർവീസ് ഉണ്ടായിരുന്നു. അതില് അത്യാവശ്യം പൈസയായി, ഒരു 6000 രൂപ റേഞ്ചിലായിട്ടുണ്ട്. നിനക്ക് 30,000 6,000 ആയി എന്നുള്ളതാണ് ഒരു ഫാക്ടർ. അതെ, അത് ഒരു നോർമൽ ഒരു പിന്നെ ഒരു മെയിൻ ഇഷ്യൂ അത് എല്ലാവർക്കും വരുന്നോ അറിയത്തില്ല, ടയേഴ്സ്, EV ടയേഴ്സ്. ടയറിന്റെ കാര്യത്തിൽ ഞാനിപ്പോ മാറിയതേ ഉള്ളൂ. 31,000 കിലോമീറ്റർ ആ ഫസ്റ്റ് ടയർ മാറിയത്. പക്ഷെ ഒരു ടയറിന് 6000 രൂപ റേഞ്ചിൽ. 30,000 ഓടി നോർമൽ. പക്ഷെ ചിലർ പറയുന്നുണ്ട് 20,000 കിട്ടുന്നുള്ളെന്ന് പറയുന്നവരുണ്ട്. എന്റെ ടയർ എന്ന് വെച്ചാൽ മാറിയത്, അത് വേറെ കാര്യം. കൊല്ല ഇൻസ്റ്റിങ് ആയിരുന്നു. പക്ഷെ എനിക്കത് വെർത്തായിട്ട് തോന്നി. 31,000 ഒരു നല്ലൊരു ഫിഗറാ. പെട്രോൾ കാറിനാണെങ്കിൽ ഒരു 30,000 ആ റേഞ്ചല്ലേ കിട്ടൂ. എനിക്കറിയത്തില്ല, അത് ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച്. ക്രിസ്റ്റയ്ക്കൊക്കെ നോർമലി ഒരു 30,000 ആകുമ്പോൾ മാറേണ്ട സിറ്റുവേഷനാണ്. ക്രിസ്റ്റ എത്ര ഓടി? ക്രിസ്റ്റ ഇപ്പം 1,69,000 ആ റേഞ്ച് ഓടി. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ട് ഈ വണ്ടിയൊക്കെ അത്ര ലാസ്റ്റ് ചെയ്യുന്നു? ലാസ്റ്റ് ചെയ്യണം. പൈസ കൊടുത്തില്ല. ഒരുപാട് മേടിച്ചിട്ട് ഒരുപാട് പേര് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്. 1 lakh 1.8. പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന പോലെയും കൂടി ഇരിക്കും. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും കൂടെ വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇപ്പൊ വരുന്ന EV കാർസിനെല്ലാം ഓപ്പോസിറ്റ് വരുന്നവന്മാര് ബ്രൈറ്റ് അടിക്കണം എന്തിനാണെന്ന്. അതാ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തോണ്ടാ. നമ്മളിനി പാസ് ഞാൻ പറയട്ടെ, ഞാൻ വണ്ടി പഠിക്കുമ്പോ തൊട്ടേ ഞാൻ എത്ര തിരക്കാണെങ്കിൽ മനുഷ്യ നമ്മള് ബ്രേക്ക് പിടിക്കാൻ വിട്ടുപോയാലും ഞാൻ ലൈറ്റ് ഡിം അടിക്കും. എനിക്ക് മസ്റ്റാ. അപ്പുറത്ത് വരുന്നവന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരരുത്. കാരണം നമ്മളെപ്പോലെ ഒരാൾ തന്നെയാണ് അപ്പുറത്ത് ഓടിക്കുന്നത്. അതെ, അവന്റെ കണ്ണും തേങ്ങാക്കൊല്ല തലക്കടിച്ച്. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പുറത്തിരിക്കുന്നവര് പറയും, എടാ അവരെന്തായാലും കത്തിച്ചിട്ട് നീ തിരിച്ചടിച്ചു കൊടുക്കാൻ, അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ പറയാ അത് വേണ്ട, അവര് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യണ്ട. അതെ, നമ്മളേലും ഫോൾട്ട് ചില സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഫോൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ലല്ലോ. അത് എല്ലാരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ റോഡിൽ വരുമ്പോ കുറച്ചുകൂടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. ഞാനും വണ്ടി ഓടിച്ച് തുടങ്ങിയ സമയത്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അഡ്രിനാലിനുണ്ട്. ആ ടൈമില് സത്യം പറഞ്ഞ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. റോഡിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് കാണിച്ച് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെറ്റ് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങി. ഇപ്പൊ ഞാൻ 18 വയസ്സ് ഓടിച്ചു തുടങ്ങി. ഇപ്പൊ 4ാമത്തെ വർഷമാണ് വണ്ടി ഓടിക്കണത്. എനിക്ക് അഫ്കോഴ്സ് ഇപ്പം കഴിഞ്ഞ വർഷം ഒരു തെറ്റ് പറ്റിയുള്ളൂ. പക്ഷെ ഓരോ തെറ്റുന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ കൂടുതൽ ഈ അവസാനത്തെ തെറ്റ് മാത്രം ഞാൻ പേഴ്സണലി എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പം എനിക്കിപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് 2-3 ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് ബൈക്കിൽ ഒരു തവണ ആക്സിഡൻ്റ് ഉണ്ട്, കാറിൽ ഒരു തവണ ആക്സിഡൻ്റ് ഉണ്ട്, പിന്നെയും ബൈക്കിൽ ഒരു തവണ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്റെ ഫോൾട്ട് ഉണ്ട് ആണോ അതോ? ഫസ്റ്റ് ആക്സിഡൻറ്റ് ഞാൻ എനിക്കറിയില്ല. കാരണം ഒരു ജംഗ്ഷൻ ആയിരുന്നു, പുള്ളി റോഡിൽ തന്നെ പുള്ളിയുടെ വണ്ടി മെയിൻ റോഡിലിട്ടേക്കായിരുന്നു. ഞാൻ പുള്ളിനെ ഞാൻ ഹോൺ അടിച്ചാണ് ഓവർടേക്ക്. പക്ഷെ കറക്റ്റ് സമയത്ത് പുള്ളി ഡോർ തുറന്നു. അത് എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തതും അതേപോലെ ഞാൻ ഹൈവേ കൂടെ പോവുമായിരുന്നു. ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്തു. അത് വന്ന് ഇടിച്ചിരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ കാറിൻ്റെ ബാക്ക് വീൽ, റൈറ്റ് സൈഡ് ആക്സിൽ മാറേണ്ടി വന്നു ബാക്ക്. അതാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ശ്രദ്ധ പോയാൽ മതി. ഇപ്പോൾ മൂന്നാമത്തെ ആണെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ കുറച്ച് സ്പീഡിലായിരുന്നു. എൻ്റെ ബൈക്കിൽ ഒരു 10-60 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. അതേപോലെ ഞാൻ എൻ്റെ ഒരു നിഗമനം ശരിയാണ്, ഞാൻ ആ സമയത്ത് ബ്രേക്കും ക്ലച്ച് പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബൈക്കിൻ്റെ. അല്ലെങ്കിൽ വണ്ടി സ്ലോ കാരണം ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഫ്രീ ആവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഒരിക്കലും മനസ്സിലായി. ഇനി ക്ലച്ച് പിടിക്കൂല. അതെ, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. സമയം പോയത് ഞങ്ങളിങ്ങനെ എത്ര സംസാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റിയൊക്കെ.
അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് അതേപോലെ ഇനി സംസാരിക്കുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമന്റ്. ഓക്കെ ഗൈസ്, ബൈ. റേഞ്ച് പറയുന്നു ഇപ്പൊ 156 ആ അപ്പം ബൈ ദ വേ ഞങ്ങളുടെ റേഞ്ച് 156 ഏകദേശം ഡബിൾ റേഞ്ച് ആയി. സുഖമായിട്ട് വീട്ടിൽ പോകാനുള്ള റേഞ്ച് ആയിട്ടുണ്ട്. ഇനി റേഞ്ച് ആങ്സൈറ്റിയും വേണ്ട. ഓക്കെ, അപ്പൊ EV എടുക്കാം. ഓക്കെ ഗൈസ്, ബൈ.